ഹലോ ഡിയർ സ്റ്റുഡൻസ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലെ സോ നമ്മളെ ടോപ്പിക്ക് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. സോ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇലക്ട്രിക് ചാർജ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ഉണ്ട് +E എന്ന് നമ്മൾ എഴുതും, നെഗറ്റീവ് ചാർജ് ഉണ്ട് -E എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ആണെങ്കിൽ മൈനസ് ആണ് അതിൻ്റെ ചാർജ്, -E എന്ന് എഴുതും. പ്രോട്ടോൺ ആണെങ്കിൽ +E എന്ന് എഴുതും. എനിവേ E എന്ന് പറയുന്നത് ചാർജിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു യൂണിറ്റാണ്. ഈയുടെ വാല്യൂ എത്രയാണ്? E = 1.602 × 10⁻⁻19 കുളം. ഇതാണ് ഈൻ്റെ വാല്യൂ. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 1.6 × 10⁻⁻19 കുളം എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിൽ ബേസിക് പ്രോപ്പർട്ടീസ് പറയുമ്പോൾ 3 ബേസിക് പ്രോപ്പർട്ടീസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ക്വാണ്ടൈസേഷൻ ഓഫ് electric charges. ഓക്കെ, സോ ക്വാണ്ടൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ബോഡിയിൽ സം എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിന് എപ്പോഴും n ടൈംസ് ഓഫ് E എന്ന് എഴുതാൻ പറ്റും. ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ക്യാൻ ബി റിട്ടൺ ആസ് n ടൈംസ് ചാർജ് ദിസ് ബേസിക് ചാർജ്, n ടൈംസ് E എന്ന് എഴുതാം. അത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ +n ടൈംസ് E എന്നായിരിക്കും. പോസിറ്റീവ് ചാർജ് ആണ് ഒരു ബോഡി ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് n ടൈംസ് ഇൻറ്റു ദിസ് നമ്പർ. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ -n ടൈംസ് ദിസ് നമ്പർ. ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതിനാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമുക്കിതിനെ ഒരു കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തതാണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ±n ടൈംസ് 1.602 × 10⁻⁻19. ഈയുടെ വാല്യൂ കൊടുത്തുന്നുള്ളൂ. സോ വാല്യൂ ഓഫ് n വിൽ ബി 1 2 3 4. അതായത് ഒരു ഇൻഡിജർ നമ്പർ ആയിരിക്കും. n 1 ആവാം, 1 ടൈംസ് E, 2 ടൈംസ് E, 3 ടൈംസ് E. ആ രീതിയിലെ ഒരു ബോഡിയിലുള്ള ചാർജിന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത രീതിയിൽ ഹാഫ് ഓഫ് ഇതിൻ്റെ പകുതി ചാർജ് എന്നൊരു പരിപാടിയില്ല, അല്ലെങ്കിൽ മുക്കാൽ ചാർജ് എന്നൊരു പരിപാടിയില്ല. ഈയുടെ പകുതി ഏതെങ്കിലും ഒരു ബോഡി, നമുക്കൊരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയിലുള്ള ചാർജ് നമുക്ക് എഴുതി കഴിഞ്ഞാൽ അതൊരിക്കലും ഹാഫ് ടൈംസ് E വരില്ല, ഒരിക്കലും 3/2 ടൈംസ് E വരില്ല. ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. ചാർജ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ 1 ടൈംസ് E, അല്ലെങ്കിൽ 2 ടൈംസ് E, അല്ലെങ്കിൽ 3 ടൈംസ് E. ആ രീതിയിൽ മാത്രമേ നമുക്ക് ഏതൊരു ബോഡിയിലെ ചാർജ് ആയാലും നമുക്കത് അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടീസിൽ പറയുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജസ് വിൽ ബി ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് E, ബേസിക് യൂണിറ്റ് ഈൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. പ്ലസ് ആവാം, മൈനസ് ആവാം. പ്ലസ് ആണെങ്കിൽ അത് പോസിറ്റീവ് ചാർജസ് ആണ്, ടോട്ടൽ ചാർജ് പോസിറ്റീവാണ്. മൈനസ് ആണെങ്കിൽ അത് നെഗറ്റീവ് ചാർജ് ആണ്. എപ്പോഴും n ടൈംസ് E എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഈസ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് ചാർജ് ഈസ് കൺസേർവ്ഡ്. ചാർജ് ഈസ് കൺസേർവ്ഡ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. അപ്പോൾ ചാർജ് കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എനർജി കൺസർവേഷൻ പറയുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ചാർജ് കൺസേർവ്ഡ്. നമുക്കൊരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയിൽ സം എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് 5 കുളം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ബോഡിയിൽ 5 കുളം ചാർജ് ഉണ്ട്, പ്ലസ് ഓർ മൈനസ് എന്തായാലും 5 കുളം ചാർജസ് ഉണ്ടെങ്കിൽ അതെപ്പോഴും 5 കുളം തന്നെ ആയിരിക്കും. അതൊരു ഐസൊലേറ്റഡ് ബോഡിയാണ്, അതിൽ വേറെ ചാർജുകൾ നമ്മൾ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ന് അങ്ങോട്ട് വേറെ അങ്ങോട്ടും പോകുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ ഇൻ ദാറ്റ് ഐസൊലേറ്റഡ് സിസ്റ്റം ടോട്ടൽ ചാർജ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. എപ്പോഴും ആ ഒരു കോൺസ്റ്റൻറ്റ്, ആ ഒരു എമൗണ്ട് 5 കുളമായിട്ട് തന്നെ അവിടെ തുടരും. ഇനി ഇത് വേണമെങ്കിൽ ഈ 5 കുളം മറ്റൊരു ബോഡിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, സപ്പോസ് ഇത് 2 ബോഡിയിലോട്ട് ഷെയർ ചെയ്തു, ഒരു ബോഡിയിൽ 3 കുളവും മറ്റൊരു ബോഡിയിൽ 2 കുളവും. അപ്പോഴും ഈ 5 കുളം നമ്മൾ 2 ബോഡിയിലോട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഓൾവേസ് അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ 5 തന്നെ ആയിരിക്കും. ചാർജ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം 1 ബോഡി ടു അനദർ, ബട്ട് ഇറ്റ് കാനോട്ട് ഡെസ്ട്രോയ്. അത് നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റില്ല. ഈ 5 ഉള്ളതിനെ 3 ആക്കിയിട്ട് എന്ത് ചെയ്യാൻ, നശിപ്പിച്ച് കളയില്ല. 2 എവിടെ പോയി എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒന്ന് 2 ഉണ്ടാവും. അപ്പോൾ ചാർജ് വേണമെങ്കിൽ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, ബട്ട് ഇറ്റ് കാനോട്ട് ബി ഡെസ്ട്രോയിഡ്. നമ്മൾ എനർജി കൺസർവേഷൻ പറയുന്നത് പോലെ തന്നെ ചാർജ് കാനോട്ട് ബി ക്രിയേറ്റഡ് ആൻഡ് ഡെസ്ട്രോയിഡ്. നമുക്ക് ചാർജ് ഉണ്ടാക്കാനും പറ്റില്ല, ഡെസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മൊത്തത്തിൽ എത്രയാണോ ചാർജുള്ള ആ ചാർജ് എപ്പോഴും ഓൾവേസ് അവിടെ ഉണ്ടാവും. അത് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊടുക്കാം എന്നല്ലാതെ അതിനെ നമുക്ക് ഡെസ്ട്രോയ് ചെയ്യാൻ, നശിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടീസിൽ പറയുന്നത്, ചാർജ് ഈസ് കൺസേർവ്ഡ്. ദെൻ തേർഡ് പ്രോപ്പർട്ടി പറയുന്നത് additivity of charges. Third property,
additivity of charges. സോ അഡിറ്റിവിറ്റി പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ള കാര്യം തന്നെയാണ്. ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി, ഒരു ബോഡിയിലെ ടോട്ടൽ ചാർജ് നമുക്ക് ക്യാപിറ്റൽ ക്യൂ എന്ന് വിളിക്കാം. ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ ക്യൂ ആണെങ്കിൽ ക്യാപിറ്റൽ ക്യൂ എന്നുള്ളത് ആ ബോഡിയിൽ ഇതൊരു ബോഡിയാണെന്ന് വിചാരിക്കും. അതിൻ്റെ സർഫസിൽ Q1 എന്നുള്ള കുറച്ച് ചാർജ് ഇവിടെ ഉണ്ട്, Q2 എന്നുള്ള മറ്റൊരു കുറച്ച് ചാർജ് ഇവിടെ ഉണ്ട്, Q3 എന്നുള്ള മറ്റൊരു ചാർജ് ഇവിടെ ഉണ്ട്, Q4 എന്നുള്ള മറ്റൊരു ചാർജ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് വിൽ ബി Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് Q4. അത് ടോട്ടൽ സം എന്നുള്ളത് ആ ടോട്ടൽ ചാർജിൻ്റെ സമ്മായിരിക്കും. എന്തും കൂടെ കൺസിഡർ ചെയ്യണം, അതിൻ്റെ സൈനും കൂടെ കൺസിഡർ ചെയ്യണം. സപ്പോസ് Q1 ഈസ് 1 കുളം, Q2 എന്നുള്ളത് -2 കുളം, Q3 എന്നുള്ളത് ഒരു 4 കുളമാണെന്ന് വിചാരിക്കാം. Q3 ഈക്വൽ ടു 4 കുളം, ദെൻ Q4 ഇസ് ഈക്വൽ ടു -3 കുളം. ഇങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൾജിബ്രിക് സം ആയിരിക്കും. അതായത് സൈൻ അടക്കം നമ്മൾ കൺസിഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. സോ Q1ൻ്റെ വാല്യൂ എന്ത് കൊടുക്കാം, 1 കുളം 1 എന്ന് കൊടുക്കാം. പ്ലസ് Q2 എത്രയാണ്, Q2ൻ്റെ വാല്യൂ -2 ആണ്. സോ ദിസ് വിൽ ബി -2. Q3 എത്രയാണ്, Q3 4 ആണ്, +4 ആണ്. അപ്പോൾ +4. Q4 എത്രയാണ്, -3 ആണ്, ഇവിടെ ഉണ്ട്. ദിസ് വിൽ ബി -3. സോ ടോട്ടൽ -3. Q4 ഈസ് -3. സോ ടോട്ടൽ ചാർജ് എത്രയാണ്, ഈ ഒരു സമ്മ് ചെയ്താൽ മതി. ഈ സമ്മ് ചെയ്താൽ 4 + 1 5 മൈനസ് എത്ര വരുന്നത്, 5 - 5. ഈ കേസിൽ അത് ടോട്ടൽ ചാർജ് ഈക്വൽ ടു എന്താ വരിക, ഈ ഒരു കേസിൽ 0 ആണ് ചാർജ് വരിക. ടോട്ടൽ ചാർജ് ഈക്വൽ ടു 0 ആണ്. ഈ ഒരു ബോഡിയിലെ ടോട്ടൽ ചാർജ് എടുത്തു കഴിഞ്ഞാൽ 0 ആണ്. ഇനി സപ്പോസ് ഇതൊരു ഈ 4 എന്നുള്ളത് 3 ആയിക്കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് 4 ഈസ് 3, ഈ 4 3 ആണെങ്കിൽ, ഇത് 3 കുളമാണെങ്കിൽ എന്തുവരും, ഇഫ് ദിസ് ഈസ് 3 കുളം, ഇത് 3 കുളമാണെങ്കിൽ ഇവിടെ 0 എന്നുള്ള വാല്യൂ മാറും. അത് 3 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 1 - 2. ദിസ് വിൽ ബി -1. അപ്പോൾ ഇതിലെ ടോട്ടൽ ചാർജ് എന്താണ്, -1 കുളം. യൂണിറ്റ് എഴുതണം, -1 കുളമാണ് അതിൻ്റെ ടോട്ടൽ ചാർജ് വരിക. സോ ടോട്ടൽ ചാർജ് വിൽ ബി അഡിറ്റീവ് ആണ്, ആൾജിബ്രിക് സം ആണ്. അതിൻ്റെ സൈൻ അടക്കം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യണം എന്നാണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, സിമ്പിളാണ്. സോ 3 പ്രോപ്പർട്ടീസ്. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ്, ചാർജ് ഈസ് കൺസേർവ്ഡ് ആണ്. തേർഡ്, അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ക്ലിയർ? യെസ്. ഓക്കെ, യെസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്നുള്ള ഐഡിയ മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ പ്രോബ്ലം നമുക്ക് നോക്കാം. ക്വാണ്ടൈസേഷൻ എന്നുള്ളതാണ് കുറച്ചും കൂടെ ഒന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംശയം വരാനുള്ള സാധ്യതയുള്ളൊരു പാർട്ട് എന്നുള്ളതാണ് ആ ഒരു ക്വാണ്ടൈസേഷനാണ്. സോ അത് വെച്ചിട്ടുള്ളൊരു സിമ്പിൾ എക്സാമ്പിളാണ് നമ്മൾ പറയാൻ വന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ഇലക്ട്രോണിക് ചാർജസ് ഫോം, ക്വസ്റ്റ്യൻ എഴുതാം, ഹൗ മെനി ഇലക്ട്രോണിക് ചാർജസ് form 1 coulomb of charge. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഇലക്ട്രോണിക് ചാർജസ്, എത്ര ഇലക്ട്രോണിക് ചാർജസ് 1 കുളം ചാർജ് ഉണ്ടാക്കും, എത്ര ഇലക്ട്രോണിക് ചാർജസ് ചേർന്നാലാണ് 1 കുളം ഉണ്ടാവുകയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ഇത് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ചാർജ്, ടോട്ടൽ ചാർജ് തന്നിട്ടുണ്ട്, Q തന്നിട്ടുണ്ട്, Q ഇസ് ഈക്വൽ ടു 1 കുളം. അപ്പോൾ ഈ 1 കുളം ആവണമെങ്കിൽ എത്ര ഇലക്ട്രോണിക് ചാർജസ് വേണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വാണ്ടൈസേഷൻ എന്താണ്, ടോട്ടൽ ചാർജ് Q ഇസ് ഈക്വൽ ടു n ടൈംസ് E എന്നല്ലേ, പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് n ടൈംസ് E. ഇവിടെ നമ്മൾ ചാർജ് പോസിറ്റീവ് അല്ലേ, 1 കുളം ഇത് പോസിറ്റീവ് വാല്യൂ ആണല്ലോ. സോ പ്ലസ് n ടൈംസ് E എന്ന് എഴുതാം. ആ n ആണ് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി, എത്ര ഇത് ചേരണം, എത്ര E ചേർന്നാലാണ് ഈ 1 കുളം കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി, Q ഇസ് ഈക്വൽ ടു നമുക്ക് കാണേണ്ട n ആണ്, Qൻ്റെ വാല്യൂ നമുക്കറിയാം, Q ഇസ് ഈക്വൽ ടു 1 കുളം. അപ്പോൾ Qൻ്റെ പ്ലേസിൽ 1 കൊടുക്കുക, ദാറ്റ് വിൽ ബി ഈക്വൽ ടു n നമുക്ക് കണ്ടുപിടിക്കണം. Eൻ്റെ വാല്യൂ നമുക്കറിയാം, 1.602 ഇൻറ്റു 10⁻⁻⁹. ഓക്കെ, സോ n ഇസ് ഈക്വൽ ടു എൻ്റെ വാല്യൂ കിട്ടും, ഇതുകൊണ്ട് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ n ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ദിസ് ക്വാണ്ടിറ്റി, ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഡിവിഷൻ വരും. സോ n ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1.602 ഇൻറ്റു 10⁻⁻⁹ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10⁻⁻⁹ എന്നുള്ളത് നമുക്ക് ആ 10 പവറൊക്കെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ മൈനസ് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആവും. സോ നമ്മുടെ ആൻസർ വരിക 10 പവർ ഞാൻ എഴുതാം. നമ്മളെപ്പോഴും കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 10 പവറുകൾ ആദ്യം
എഴുതിയിടുന്നത് എല്ലാം മൊത്തത്തിൽ കൺസിഡർ ചെയ്ത് എഴുതിയിടുന്നത് എളുപ്പത്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ആ 10⁻⁻19 മുകളിലോട്ട് കൊണ്ടുപോവാണ്, അത് +19 ആവും. 10⁻ +19. ഓക്കെ, 10⁻19 എന്ന് വന്നു. പിന്നെ ഇവിടെ എന്താ, ഈ 1 ഡിവൈഡഡ് ബൈ 1.602 ചെയ്യണം. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ചെയ്താൽ കിട്ടുന്നത് 0.625 എന്നുള്ള നമ്പറാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇതിന് നിങ്ങൾ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതുമ്പം 1 നമ്പർ, ഒരു നമ്പർ, ദെൻ പോയിൻ്റ്, പിന്നെ ബാക്കി ഡെസിമൽ നേഷനിലുള്ള പിന്നെ നമ്പർ, ആ രീതിയിലാണ് നമ്മൾ എഴുതുക. സോ ആ രീതിയിലോട്ട് മാറ്റുന്ന സമയത്ത് ഈ പോയിൻ്റ് നമ്മൾ ഒരു സ്ഥാനം മുന്നോട്ടിടുമ്പം 6.25 എന്ന് എഴുതാം. അപ്പോൾ ഒരു സ്ഥാനം മുന്നോട്ടിട്ട് പറഞ്ഞാൽ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 10⁻19 എന്നുള്ളത് എന്താവും, ഇൻറ്റു 10⁻18 എന്നാവും. ഒരു 10 ഇവിടെ എടുത്തല്ലോ, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇയാൾ മുന്നോട്ട് പോവുക. 6.25 ഇൻറ്റു 10⁻18 അത്. ഇത്രയും, ദാറ്റ് ഈസ് n = n-ൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. ഇത്രയും ചാർജ് ഓഫ് ഇലക്ട്രോൺ, n-ൻ്റെ വാല്യൂ ഇത്, ഇത്രയും ചേർന്നാലാണ് നമുക്ക് എന്തുണ്ടാവുക, 1 കുളം ഉണ്ടാവുക. 1 കുളം ചാർജ് ഉണ്ടാവണമെങ്കിൽ ദിസ് മച്ച് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ചേരണം. ഇലക്ട്രോൺസ് എന്നല്ല, ഇലക്ട്രോൺ ആകുമ്പോൾ നെഗറ്റീവ് ആവും, പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജല്ലോ. ഇത്രയും പ്രോട്ടോൺസ് ചേർന്നാലേ നമുക്ക് എന്തായാലും 1 കുളം ആവുള്ളൂ. 1 കുളം എന്ന് പറഞ്ഞാൽ അത്ര ഒരു വലിയ ചാർജാണ്, ചെറിയ എമൗണ്ട് അല്ല. 1 കുളം പറഞ്ഞാൽ ഇത്രയും വലിയ ചാർജ് മീൻസ് ഇത്രയും പ്രോട്ടോൺസ് ചേർന്ന് കഴിഞ്ഞാലാണ് നമുക്ക് 1 കുളം ആവുള്ളൂ. ഓക്കെ, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്.